ഖുർആൻ വന്നിറങ്ങി ശ്രുതി പോയി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒരു കുടുംബ സംഗമത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വൈഫ് ഹൗസിൽ ഇന്ന് പൂവിൽ കുടുംബ സംഗമം നടക്കുകയാണ്. കാച്ചടിയിലാണ്. അപ്പോൾ രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം 5 മണിക്ക് വരെയുള്ള ഒരു നീണ്ട ഒരു പ്രോഗ്രാമിക്കുണ്ട്. ലെങ്ത്ത് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഒക്കെ കുറച്ചിട്ട് തന്നെ ഞങ്ങൾ വീഡിയോ കാണിക്കാം. പോയി നോക്കാം കുടുംബ സംഗമത്തിലേക്ക്. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മളിവിടെ എത്തിട്ടോ. പൂവിൽ കുടുംബ സംഗമത്തിന്റെ പല പ്രോഗ്രാമുകളും പൂവിൽ സംഗമത്തിൽ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. നമ്മളിതിന്റെ അകത്തേക്ക് ഒന്ന് പോയി നോക്കാം. പൂവിൽ കുഞ്ഞി മുഹമ്മദ് ആജി മൊല്ലാങ്ക മക്കളസ് കുടുംബ സംഗമത്തിന്റെ സ്റ്റേജ് പരിപാടികളൊക്കെ 10-10:30 മണിക്ക് സ്റ്റാർട്ടാകും. മഴക്കാലമായതുകൊണ്ട് തന്നെ പന്തൽ ടാർപ്പായിട്ടിട്ടുണ്ട്. അടിഭാഗത്ത് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. സ്റ്റേജ് കസേര ഒക്കെ നിരന്നു കഴിഞ്ഞു. വരുന്നവർക്കുള്ള ഈയപ്പം, ചായ, ഉച്ചഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വൈകുന്നേരം ചായ, പൊരിക്കടി എല്ലാം റെഡിയാക്കുന്നുണ്ട് പൂവിൽ കുടുംബ സംഗമത്തിൻ്റെ ഭാരവാഹികൾ. അതുപോലെ സംഗമത്തിൻ്റെ ഭാഗമായിട്ട് മുതിർന്നവരെ ആദരിക്കൽ, SSLC വിജയികൾക്കുള്ള മൊമൻറ്റോ, കുട്ടികൾക്ക് കലാപരിപാടികൾക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ, അതുപോലെ കേക്ക് കട്ടിങ് എല്ലാം ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 300ഓളം ആളുകൾ പങ്കെടുക്കുന്ന പൂവിൽ കുടുംബ സംഗമം ആരംഭിക്കാറായി. ആളുകളൊക്കെ എത്തിത്തുടങ്ങി. കസേരകളൊക്കെ ഫുള്ളായി വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേജ് പരിപാടി ആരംഭിക്കുകയാണ്. സംഗമത്തിന് നമ്മൾ സമാരംഭം കുറിക്കുകയാണ്. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പൂവിൽ കുഞ്ഞു മുഹമ്മദ് ആജി എന്ന ആദരണീയനും ഒരുപാട് ആളുകൾക്ക് ഇൽമിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചു കൊടുത്തുകൊണ്ട് ഒരുപാട് ശിഷ്യഗണങ്ങളെ ശിക്ഷിച്ച ആദരണീയനായ നമ്മുടെ ഹാജി കുഞ്ഞു മുഹമ്മദ് മൊല്ലാങ്ക എന്ന മഹത് വ്യക്തിത്വത്തെ നമ്മളൊക്കെ മനസ്സിൽ ഈ ഒരു നിമിഷം ഓർത്തെടുത്തുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ള ഈ പരിപാടിയിലേക്ക് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ സംസു മച്ചിക്കൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു അധ്യക്ഷ പ്രസംഗം ഏതായാലും ഇപ്പം നടത്തുന്നില്ല. എന്തായാലും കുറച്ച് അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ടാവാം. കാരണം ഇവിടെ കുറേ കാരണന്മാരിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കാരണന്മാരെ സാർസങ്ങോട്ട് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യണം. ഗസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ തന്നെയാണ്. അപ്പോൾ അവിടെ 2 വാക്ക് സംസാരിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. നമ്മൾ കൂടിയിരിക്കുന്നത് പൂവിൽ കുഞ്ഞു മുഹമ്മദ് ആജി ദമ്പതികൾ. കുഞ്ഞു മുഹമ്മദ് ആജിയുടെ ഞാൻ ചുരുക്കത്തിൽ ഒരു 10-35 വർഷത്തെ പരിചയം എനിക്കുണ്ടെങ്കിലും എനിക്ക് അത്ര കുടുംബപരമായിട്ടൊന്നും പരിചയമില്ല. എന്നാലും ചെറുമേട്ടത്തിൽ എനിക്കിങ്ങനെ എൻ്റെ ഓർമ്മയിൽ ഞാൻ പങ്കുവെക്കാം. ഹൈദർസ് കുട്ടിമല്ല എന്നായിരുന്നു പൂവിൽ കുഞ്ഞു മുഹമ്മദ് ആജിയുടെ ഒപ്പാൻ്റെ പേര്. ഹൈദർസ് കുട്ടിമല്ല ദമ്പതി ആച്ചു ആമി എന്നറിയപ്പെടുന്ന അവരിലുണ്ടായതാണ് നമ്മളെ കുഞ്ഞു മുഹമ്മദ് മല്ല. ഒരു മോനനുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. ഏതായാലും അതിൻ്റെ മക്കളും അതിൻ്റെ പേരമക്കളുമാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. സംഗമം ഇവിടെ അവസാനിക്കുന്നവരെ എല്ലാവരും ഇതിന് ഭാഗത്താവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ
നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂറോളം വീഡിയോ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രാസംഗികതൊക്കെ 30 സെക്കൻഡ് പ്രിയമുള്ളവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഒരു സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. എന്നാലും 1-2 വാക്കുകൾ പറയാതെ പോകുന്നതും ശരിയല്ല. പണ്ട് ആഞ്ഞിക്ക് പാട്ടവയലിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം കച്ചവടമായ സ്ഥിതിക്ക് നമ്മുടെ ഗഫൂറിന് അതിൽ ഒരു ഷെയർ കിട്ടിയിരുന്നു, ഏകദേശം 3.5 ലക്ഷം രൂപ. അത് ഒന്നും നോക്കാതെ തന്നെ നമ്മുടെ താഴെ ഒരു പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്ത വ്യക്തിയാണ് നമ്മുടെ ഗഫൂർ സാഹിബ്. എല്ലാവരും ഒരു കൈയടി കൊടുക്കി. പിന്നെ പഴയതായിട്ടൊന്നും എനിക്ക് പറയാനില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞാലും എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. തറവാട്ടിൽ എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ അനുഭവങ്ങൾ പങ്കുവെക്കേണ്ട നമ്മളെ ഗഫൂറാവ കേൾക്കണം. അപ്പോൾ ഗഫൂറാവിനെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് പറഞ്ഞാൽ പിന്നെ നമ്മൾ 1991 ഗൾഫിൽ പോയി. അന്ന് പോയതിൻ്റെ ശേഷമാണ് വല്യമ്മ മരിച്ചത്. അതൊരു വല്ലാത്തൊരു ഇതായിരുന്നു. വല്യമ്മ യാത്രയൊക്കെ അയച്ച് ഭയങ്കര പിന്നെ നല്ല എന്താ പറയുക, എനിക്ക് നന്നായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നല്ലൊരു ഇതൊക്കെ തന്ന് പോയതാണ്. അങ്ങനെ പിന്നെ പോയതിൻ്റെ ശേഷമാണ് മരിച്ചത്. പിന്നെ വന്നപ്പോൾ കബറിങ്ങിലൊക്കെ പോയി ദ്വാ ചെയ്തിട്ട് വന്നു. പിന്നെ ചെറിയ വാപ്പുമാണ് നമുക്ക് ഭയങ്കര ഇത് പിന്നെ എന്താ പറയുക, നമ്മളോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളായിരുന്നു. ഞങ്ങൾ മദ്രാസിക്ക് പോയിട്ട് എന്നെ യാത്ര അയക്കാൻ വേണ്ടി വന്നിട്ട് പിന്നെ കോഴിക്കോട് പോയിട്ട് പിന്നെ 2 ദിവസം കാണാതൊക്കെ ആയി. പിന്നെ തിരിച്ചു വരുമ്പോൾ വഴി പഴച്ചിട്ട് ഞങ്ങൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു അങ്ങോട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. എന്നൊക്കെയാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത്. കുഞ്ഞു മുഹമ്മദ് ഹാജി കുടുംബ സംഗമത്തിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. അനുഭവത്തിൽ കൂടെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എനിക്കറിയാം, ഞങ്ങളുടെ ഉമ്മ മരിച്ചതിന് ശേഷം ഞാൻ വല്യമ്മാൻ്റെയും വല്യപ്പാൻ്റെയും കൂടെ ആയിരുന്നു ഒരു 7-8 വർഷത്തോളം. താഴത്ത് തന്നെയാണ് ഞങ്ങളുടെ വീടുണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് പോവും. രാത്രി ആകുമ്പോൾ കിടക്കാൻ തറവാട്ടിലേക്ക് വരും. വല്യമ്മാൻ്റെ കൂടെ ഒരു കട്ടിലിൽ 7 വയസ്സോളം ഞാൻ കിടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളാണ്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഇങ്ങനെ ഒരു കുടുംബസംഗമം നടത്താൻ ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകർക്ക് 1000 ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഈ പൂവിൽ കുടുംബസംഘം, പൂവിൽ കുഞ്ഞു മുഹമ്മദ് ഹാജിയുടെ പേരിൽ നമ്മളിവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആളുകളുണ്ട് ഇവിടെ. ആരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അവരെല്ലാവരും ഇതിനു വേണ്ടി നല്ല നിലക്ക് പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്കിന്ന് ഇവിടെ എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റിയത്. ഞാനും ഇവിടെ ഈ കുടുംബത്തിൽ വന്നിട്ട് 30 വർഷമായി. അടുത്ത ജനുവരി ആയാൽ അന്ന് മുതൽ കാണുന്ന തന്നെ കുറേ മുഖങ്ങൾ ഇവിടെ കാണാൻ പറ്റി. അതല്ലാത്ത ഒരുപാട് മുഖങ്ങൾ ഈ സംഗമം വെച്ചതുകൊണ്ട് അതും കാണാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ ഒരുപാട് എന്താ പറയുക, ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ സംഘാടകർക്കും നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ സാബിത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. സാബിത്ത് കരിമ്പും വിത്തിൻ്റെ വ്ളോഗിൽ കറക്റ്റായിട്ട് ഇത് വീഡിയോ കവർ ചെയ്യുന്നുണ്ട്. അറിയാത്തവരുണ്ടാവില്ല, നമ്മളെ റാബിയാൻ്റെ ഭർത്താവാണ്. അതിന് മുമ്പ് പ്രസംഗിച്ചത് നമ്മൾ അഫ്സൻ്റെ പുതിയാപ്പിളയാണ്. അപ്പോൾ പരിപാടിയിൽ നമ്മുടെ ഇതിന് പ്രയത്നിച്ച ഒരുപാട് ആളുകൾ, നമ്മുടെ സംസു, അതുപോലെ യാസീന്, അഷ്റഫ് ക, സൗക്കത്ത്, അങ്ങനെ നമ്മളിപ്പോൾ എല്ലാവരും വളരെ സന്തോഷകരമായൊരു ദിവസത്തിലാണെന്നുള്ളത്. പരസ്പരം കണ്ടുമുട്ടാനും അതുപോലെ തന്നെ നമ്മുടെ യുവാക്കൾ, ഇപ്പോഴത്തെ യുവ തലമുറകളൊക്കെ പരിചയം ഉണ്ടാവില്ല ആരെയും ഒക്കെ ഒന്ന് എല്ലാവരും കണ്ട് പരിചയപ്പെട്ട് ആ ഒരു രസകരമായൊരു സദസ്സിലാണെന്നുള്ളത്. നമുക്കറിയാം, നമ്മളെ മക്കളൊക്കെ പല സ്കൂളിലൊക്കെ സ്നേഹിതന്മാരൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷേ കുടുംബത്തിലെ ബന്ധങ്ങളൊന്നും അറിയില്ല. പിന്നീട് അവർക്കൊക്കെ ഈ ബന്ധങ്ങളൊക്കെ അറിയാൻ കഴിയുക. അപ്പോൾ ഇതുപോലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളൊന്ന് ഊട്ടിയുറപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊർജിതമാക്കാനൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്നു ഇതുപോലുള്ള സദസ്സുകൾ. പൂവിൽ കുടുംബം ബന്ധപ്പെട്ട് ഇപ്പോഴത്തൊരു ബസ്സിൽ ഫാമിലി ടൂർ പോയിട്ടുണ്ട്. വളരെ രസകരമായൊരു സംഭവമാണ് ഈ ടൂർ പറഞ്ഞാൽ. അപ്പോൾ അതെല്ലാവർക്കും സാധിക്കണമെന്നില്ല, എന്നാലും ആ ഒരു യാത്രയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മൾ
രാവിലെ ഒരു കാറ്ററിങ്ങിലൊക്കെ ഭക്ഷണം ബുക്ക് ചെയ്ത് നമ്മൾ നല്ലൊരു ഏരിയയിൽ എത്തിയിട്ട് അവിടുന്ന് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലെത്തി ഭക്ഷണം കഴിക്കുക. എന്നിട്ട് ഉച്ച സമയമാകുമ്പോൾ അവിടെ വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. രാത്രി നല്ലൊരു അടിപൊളി ഹോട്ടലൊക്കെ ഇത് തിരിച്ചു വരിക. അത് വളരെ രസകരമായ ഒരു ഇതാണ്, അനുഭവങ്ങളാണ്. പക്ഷേ അതിലൊക്കെ സംബന്ധിച്ച് അതുപോലെ നമ്മൾ പെരുന്നാൾ സമയത്ത്, പെരുന്നാൾ ചെറിയ പെരുന്നാൾക്ക് വലിയ പെരുന്നാൾക്കൊക്കെയാണ് നമ്മൾ കുടുംബ സന്ദർശനം. ഇതുപോലുള്ള ഒരു ഇത് കിട്ടൂല. ഇതൊരു കുടുംബം ഇപ്പം എല്ലാവരും ഇവിടെ എത്തി അല്ലെ, എല്ലാ ആളുകളും നമ്മളെത്തി, എല്ലാവരും കണ്ടുമുട്ടി ഒത്തൊരുമിച്ച് കൂടാൻ പറ്റിയ ഒരു ഇത്തരത്തിലുള്ള കുടുംബ സദസ്സുകൾ ഇതൊന്നും ഇതുപോലെ നിലനിൽക്കണം. ഓരോ വർഷത്തിൽ ഇതുപോലെ കുടുംബ സദസ്സുകളൊക്കെ സംഘടിപ്പിച്ചാൽ കുടുംബങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാനും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കാനും എല്ലാവരും കണ്ട് പരിചയപ്പെടാനൊക്കെ വളരെയധികം ഉപകാരപ്രദമാവും ഇത്തരത്തിലുള്ള സദസ്സുകൾ. അപ്പോൾ നമ്മൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തവരായിട്ടുള്ളത് നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള നമ്മളൊരു ബ്ലോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എത്തും. ഇത് കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഏതായാലും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ കട്ട് ചെയ്ത് പ്രധാന കണ്ടന്റ് മാത്രം അവർക്കുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത് അവർക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. നമ്മളെ മാനു സാഹിബ്. അസ്സലാമു അലൈക്കും. ഞാൻ മദ്രസിൽ പാട്ട് പാടാനാണ് മൈക്കൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോഴാണ്. പിന്നെ ഈ കുടുംബമായിട്ട് കൂടുതൽ അനുഭവം എനിക്കില്ല. കാരണം വെല്ലിമാനും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ മന്നീൻ്റെ അസുള്ളതല്ല, ഒരു 23 കൊല്ലമായി. ഇൻഷാ അല്ലാഹ് ഇനിയും ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും. കൊടക്കല്ല് ഇവിടെ എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പിന്നെ എൻ്റെ അമ്മോനായ കുഞ്ഞു മുഹമ്മദ് മുല്ലാജി അമ്മായി എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു രംഗങ്ങളൊക്കെ എല്ലാം മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വീഡിയോക്ക് ലെങ്ത് കൂടുതൽ വളരെ ചുരുക്കിയിട്ടാണ് ഇനി വീഡിയോ കാണിക്കുന്നത്. സംസുവിന്റെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചുരുക്കിയിട്ട് കാണിക്കാം. പങ്കുവെക്കാൻ പറ്റാത്ത ഒരാളുണ്ട് ഞങ്ങളുടെ ഉമ്മ. കാരണം എനിക്ക് 2.5 വയസ്സ് ഉള്ള സമയത്താണ് ഉമ്മ മരിക്കുന്നത്. അപ്പൊ ആ ഓർമ്മ കിട്ടിയിട്ട് ഇപ്പൊ പഠിച്ചാൽ വന്നാണ് പറയണം എനിക്ക് എന്താ സംശയം വേണ്ടത്, 1 കോടി റുപ്യ വേണം, അല്ലെങ്കിൽ വേറെ എന്താ വേണ്ടത്. ഞാൻ സത്യമായിട്ടും പറഞ്ഞു എനിക്ക് എൻ്റെ ഉമ്മാനൊന്ന് കണ്ടാൽ മതി, ആ മടിയിൽ കുറച്ച് നേരം തല ചായച്ച് കിടന്നാൽ മതി. പക്ഷെ ഇന്നത്തെ കുട്ടികൾ, അത് പറയാൻ കാരണം ഇന്നത്തെ കുട്ടികൾ ഉമ്മാക്ക് ഇന്നെല്ലാം സോഷ്യൽ എടാപ്പോടെ ബന്ധമാണ്. ആ സമയത്ത് നമ്മുടെ ഉമ്മാക്ക് നമ്മളെ കുട്ടികൾ എത്രത്തോളം വില കൊടുക്കുന്നുണ്ട് അത് നമ്മളെ കുട്ടികളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഉമ്മ ഇല്ലാതെ അല്ലെങ്കിൽ ഉപ്പ ഇല്ലാതെ ആകുമ്പോഴേ അതിൻ്റെ വില മനസ്സിലാവും. അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ കുട്ടികൾ, നമ്മളിപ്പോ ഏതോ ഒരു ഇതിന് വായിച്ച പോലെ ഒരു 100 കൊല്ലം കഴിഞ്ഞാല് ഈ വീട് പാര ഉപയോഗിക്കാം, ഈ ഷർട്ടാര ഉപയോഗിക്കാം, അത് നമുക്കറിയില്ല. നമ്മൾ ആരും ഈ 100 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ കൂടെ ഒരാളും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു കൂടിച്ചേരൽ നമ്മൾ അനുഭവം പങ്കുവെക്കല്. 5 ആമക്കള്, അഷ്റഫ്, ഞാന്, ഷെരീഫ്, സർഫു, സൈഫ്, 5 ആമക്കും ഞാനല്ലാത്തതൊക്കെ വീടായിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ വരെ ഈ കാക്ക കുഞ്ഞുങ്ങളെ അടുത്ത് പോണ പോലെ ഫസ്റ്റ് മുരിനും കൊണ്ട് കുറെ ഗൂഢനൂർ പോയി നിന്ന്, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന്, അത് കഴിഞ്ഞ് കോട്ടേജിൽ പോയി, അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ വന്ന്, പിന്നെ ഒരു വീടെടുത്ത്, പിന്നെ അത് വിറ്റു, അത് കഴിഞ്ഞിപ്പോൾ വീടെടുത്തു, പിന്നെ തറവാട്ട് വീട്ടിൽ തന്നെ വിറ്റ വീട്ടിൽ വന്ന് വാടക ടിക്കലായിട്ട് വന്നു, അത് കഴിഞ്ഞിപ്പോൾ വീടിൻ്റെ പണി നടന്നുകൊടുക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു താങ്ങും തണലായ എൻ്റെ പാതി. അത് ഞാനിവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എൻ്റെ ഇപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ വീട് വിറ്റ സമയത്ത് ഞാൻ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏതായാലും അവിടെ കൂടെ നിന്നോട് മാത്രമാണ് അൽഹംദുലില്ലാ അന്ന് ഞാൻ ചെറിയ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഈ കൂടിച്ചെല്ലോട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ ഏറിക്കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് 3, 4, 5 മക്കൾ അത്ര ഉണ്ടാവുള്ളൂ. ഗൾഫിൽ പോകാനുള്ള പല ചാൻസുകൾ ഉണ്ടായിട്ടും ഞാൻ ഈ കുടുംബബന്ധം പിന്നെ വിട്ട് പോവാതെ, പിന്നെ ഭാര്യയും കുട്ടികളും മറ്റും വിട്ട് പോവാതെ ഇവിടെ നിൽക്കാൻ കാരണം ഈ ഒരു ബന്ധത്തിനോടുള്ള ഇഷ്ടം താല്പര്യം കൊണ്ടാണ്. അതുകൊണ്ട് പ്രവാസികളായിട്ടുള്ള അതേപോലെ തന്നെ അതിലുള്ള എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, ഞാൻ കൂടുതൽ സമയം എൻ്റെ വീട്ടിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയില്ല. കുറച്ചെങ്കിലും സമയം, ദിവസത്തിൽ ഒരു 10 മിനിറ്റ് 1 മണിക്കൂറെങ്കിലും നമ്മളെ വീട്ടുകാർക്കും വേണ്ടിയിട്ട് നമ്മൾ
സമയം മാറ്റിവെക്കണം. കാരണം ഇപ്പോൾ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഏറ്റവും ബിസിയുള്ളതൊരു ബിസിനസ്മാൻ നമ്മളെ ഗുഫറാവാണ്. അപ്പോൾ എന്നാലും ഗുഫറാവ് ഞാൻ മനസ്സിലാക്കേണ്ടത് വീട്ടുകാരെയും മറ്റുള്ളവരെയും വേണ്ട സമയം കൊടുത്ത് അതിനനുസരിച്ച് കൊണ്ടുനടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രദേശം മാറ്റം പ്രാർത്ഥിച്ചുകൊണ്ടെത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സ്വാഗതം ചെയ്യുക. അസ്സലാമു അലൈക്കും. എൻ്റെ ബാല്യകാലം ഇവിടെ തന്നെ ആയിരുന്നു. ഈ വീടെടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ മുഹമ്മദ് അലി, അതേമാതിരി മിഥുനാജിൻ്റെ ഇസ്മായിലെ തോന്നുന്നുണ്ട്. ഇവിടെ പാടത്ത് പിന്നെ കിളീന നോക്കാൻ വേണ്ടി പോകും. നെല്ലുണ്ടായിരുന്നു, നെല്ല് കൃഷി. അന്ന് കിളീന നോക്കാൻ വേണ്ടി പോകുന്ന ഒരു ഘട്ടം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാനിപ്പോൾ 25 വർഷമായിട്ട് പ്രവാസി ജീവിതം മതിയാക്കി ഇപ്പോൾ നാട്ടിലാണുള്ളത്. ശാസ്ത്രപരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. ഫാമിലിയിലെ ആദ്യത്തെ ഡോക്ടറാണ്. അസ്സലാമു അലൈക്കും. ഈ ഒരു കൂടിച്ചാലിൽ മെയിനായിട്ട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യത്തെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ മറുപടി പറഞ്ഞുതരാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ചില ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, ചില ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും സംശയം ചോദിക്കാം. എന്തായാലും ഈ പൂവിൽ സംഗമത്തിൽ കൂടിച്ചേരാനായതിൽ നാട്ടിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടാണ് അതിന് പറ്റിയത്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇനി നമുക്ക് എല്ലാ വർഷവും ഇതുപോലെ ഒരു കൂടിച്ചേരൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞായറാഴ്ച ചെമ്മാടുണ്ട്, അവിടെ നിന്ന് കണ്ടിട്ട് ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ ഞാൻ അവർക്ക് തരാം. ഓക്കെ. അസ്സലാമു അലൈക്കും. ഞാൻ ചെറുമുക്കാണ്, അബൂബക്കർ കൊടപ്പന. ഞാനിവിടെ ഐഷാബിനാണ് കല്യാണം കഴിച്ചിട്ടുണ്ട്. മൂത്തത് മോളാണ്, രണ്ടാമത് മോനാണ്, കർണാടകയിലാണ്, ഇങ്ങോട്ട് വന്നിട്ടില്ല. മൂന്നാമത്തെ മോളാണ്, നമ്മൾ അടുത്തന്നെ കടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നാലാമത്തെ ഒരു 18 വർഷം അതിൻ്റെ ശേഷം ഒരു ആൺകുട്ടിയുണ്ട് ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാ ഒരു 8-9 വർഷമായി ഒരു ബിസിനസ്സായിട്ട് കൂടി നിൽക്കുകയാണ്. സംഗമത്തിൽ നിന്ന് പുറത്തുനിന്ന് ആളുകളൊന്നും പ്രാസംഗികരായിട്ടില്ല. ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീകളുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചു നേരം കേൾക്കാം. അതിനോട് റഹ്മാനി സബ് ഞങ്ങളെ മത്ലൂബിനുൽ സുബ്ഹാനി സഗിലേക്ക് നേട്ടമിനിസ്തിദാബരുദല്ല ഫറുദല്ല അഹ്ലാന ബികസക സലാത്തരുവല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും. ഈ വേദി ഒരുക്കിയ എല്ലാ സഹോദരന്മാർക്കും ആഫിയത്തും ആരോഗ്യ ആയുസ്സും അല്ലാഹു ഇനിയും ഇതുപോലത്തെ ഒരു വേദി കൊല്ലം കൊല്ലം ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. പിന്നെ വല്യപ്പാനും കൊണ്ട് പറയാനുള്ളത് വാക്കുകളാലും പ്രവൃത്തിയാലും ഒതുങ്ങുന്നതല്ല. കൂടുതൽ ഞങ്ങൾ 4 മക്കൾക്കാണ് അവരിൽ നിന്ന് സംരക്ഷണം കിട്ടിയിട്ടുള്ളത്. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം. ഏതായാലും അവർക്കും ഞമ്മക്കും എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂവിൽ കുടുംബത്തിലെ എല്ലാ വ്യക്തികളോടും അസ്സലാമു അലൈക്കും. ഞാനാണ് ഇവിടുത്തെ മൊല്ലാക്കാന്റെ ചെറിയ പേരക്കുട്ടി. അപ്പൊ എനിക്കുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനേ. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഇന്നറിയാം, എനിക്ക് നിങ്ങളെ കുറെ ആൾക്കാരെ അറിയില്ല. അപ്പൊ എല്ലാരും എന്നോട് വന്നാണ്ട് വർത്താനൊക്കെ ചോദിച്ചോണ്ടിട്ടാ. ഞാൻ അങ്ങോട്ട് വന്നില്ലെങ്കിലും പിന്നെ എനിക്കൊരു കാക്കുണ്ടായിരുന്നു, കുഞ്ഞാനോ. ഓനെ ഞാൻ കണ്ടിട്ടില്ല, അവിടുത്തെ ഉമ്മാനും കണ്ടിട്ടില്ല, അപ്പാനും കണ്ടിട്ടില്ല. വല്യപ്പാരും ഓർമ്മകളാണ് എനിക്ക് കിട്ടാനുള്ളത്. അതേപോലെ എന്നെ പോലുള്ള എല്ലാ കുട്ടികൾക്കും കിട്ടാനുള്ളത്. അപ്പൊ നിങ്ങളൊക്കെ പണ്ടത്തെ നിങ്ങളെ ഓർമ്മകൾ എല്ലാവരോടും പങ്കുവെക്കാം. അപ്പൊ വേദിയിൽ ആദരവുകൾ നൽകുക സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഡോക്ടർ പൂവിൽ അഷ്റഫ് അലി അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു കൈയ്യടി, എല്ലാവരും ഒരു കൈയ്യടി പ്ലീസ് നൽകുന്നത്. ഇനി SSLC വിജയികൾക്കുള്ള ഇനി കുട്ടികളുടെ സോങ്സ് കുറഞ്ഞ നേരം വളരെ ചുരുക്കിയിട്ട്, കാരണം വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് തന്നെ മിനിറ്റുകൾ ഉൾക്കൊള്ളിച്ചിട്ട് ആ വീഡിയോസ് ഒക്കെ കുറഞ്ഞ നേരം കാണാം. സഖി ഒരു കുലമുന്തിരി
പങ്കിടുവാനായി നാനന കയ്യൽ കൊണ്ടുയരേ കൽപ്പിലരാശ മുന്തിരി തിന്നിടുവാ. സമ്മാനം ഞാൻ തന്നെ കൊടുക്കാം. നോവാസ് ബലൂൺ സ്പോൺസർ ചെയ്യുന്ന മനോഹരമായ ഒരു കാറാണ് കൊടുക്കുന്നത്. ചാമ്പമത്തിൽ കുയിൽ വന്നു, ചാമ്പക്ക കൊത്തി തിന്നു, ജാനിക്കുട്ടി ഇനി ഇവിടുത്തെ അമ്മായി, അളാപ്പ, ഉമ്മമാരൊക്കെ ആദരിക്കുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സ്വാഗത പ്രസംഗം കൂടി നടക്കാണ്ട് മെമ്പർ അതുകൂടി ആശംസകൾക്ക് വേണ്ടി നമുക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങൾ ഒരുമിക്കുക, അവരുടെ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലൊക്കെ കൂട്ടായ്മയോടുകൂടി നമ്മളെല്ലാവരും സമീപിക്കുക എന്നുള്ളത് ഒരു മുസൽമാനെ സംബന്ധിച്ച് നമ്മളെ പ്രായത്തിലുള്ളവരൊക്കെ പരസ്പരം അറിയാനും എല്ലാവരുമായി ബന്ധപ്പെടാനൊക്കെ നമുക്ക് സാധിക്കും. ഇന്ന ആൾ ഇന്ന സ്ഥലത്തോട് ഞാൻ എത്തുന്നു. വല്യപ്പാൻ്റെ മൂത്ത മോളാണ് ഞാൻ. പറ്റി തീരെ സുഖമില്ലാണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇമാനോട് അസ്സലാമലൈക്കും. ഒരു വലിയ ധന്യ മുഹൂർത്തങ്ങളാണ് നടക്കുന്നത്. പ്രൊഫസറിലേക്ക് ആദരിക്കുന്നത് അഷ്റഫ് മച്ചിമല്, സംസു മച്ചിമല്, നമ്മുടെ സൗകര്യം. അടുത്തായിട്ട് രാമനാട്ടുകര അമ്മയെ ആദരിക്കുകയാണ് ഉദ്ദേശിച്ചത്. അടുത്തായിട്ട് ആദരിക്കാൻ വേണ്ടി ഷരീഫിന് വേദിയിലേക്ക് സ്വാഗതം. ഇനി കുട്ടികളുടെ സോങ്സുകൾ കുറച്ചും കൂടി ഉണ്ട്. അതും കൂടി നിങ്ങളെ കേൾപ്പിച്ചിട്ട് ഇതിൽ മ്യൂസിക് വരുന്ന കരോഗ വരുന്നതൊക്കെ നമ്മൾ മ്യൂട്ട് ചെയ്യും. കാരണം കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരും ചാനലിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് സൗണ്ട് മ്യൂസിക് ഉള്ളത് നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഭാഗം മ്യൂട്ടിക്കും. ബാക്കി മ്യൂസിക് ഇല്ലാത്ത നിങ്ങൾക്ക് സൗണ്ട് തന്നെ കേൾക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളെ പാട്ട് പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് അതൊന്നും കുറഞ്ഞ നേരങ്ങൾ കണ്ടാകും. കാലം കാത്തു വച്ച രക്ഷകനെ സംഭാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ അമ്പിളിച്ചേരുള്ള അമ്പർമാരെ മുള്ള അമ്പത്തെരുണിയാൽ പൂമുത്തെ ആചര ആരെന്നോ ഇമാഫി വര കണ്ണീറസപ്പൂ കൽബിൽ മത്തപ്പൂ ഈ ബൈത്തിട്ട തൽവാദി നബിയ സല്ലല്ലാഹു അലൈഹി യാ അല്ലാഹ് പാടാത്തെ പാട്ടൊന്നു പാടുക ഞാനും കൊതിച്ചിന്റെ പെണ്ണാണേ മുട്ടാജര എന്റെ നിക്കായും തന്നെ മുതൽവാറ സൂലിന്റെ സന്തോഷി തന്നെ നിന്നെങ്ങനെ പൊന്നെങ്ങനെ മുട്ടായങ്ങനെ ഇന്നും മൂളി നമ്പരം എന്റെ കളിമൺ കോട്ടയം ഉടയുന്നു തോരാമാരിൽ
മദിഹിൻ തീരം അകതാരിൽ തീർത്തു തൈവാതാരം അജുവ മരത്തിനാടിനാരം നബി അജ്മലുൽ ഖൽഖി വഹബൂബി ചരിത്രത്തിലുണ്ട് ഹാജറ ബർമണമുള്ള ഗോള കടൽ തിരമറിയുക എനും ചന്ദ്രിയനും പൊന്മയകളെ കാലം വെല്ലാത്ത ജാതി വെല്ലാത്ത ജാതി ഇല്ലാത്ത ജാതി അച്ഛൻ വന്നെ കൊണ്ടു കൈകള് അന്ന അമ്മ തന്നില്ലേ ഉണ്ണിപ്പൂവല്ല ഉണ്ണിക്കായല്ല ഉണ്ണി എന്തിന് പൊട്ടിച്ചു അമ്പമണമുള്ള അമ്പകരുണിയ പൂമുത്ത് ഹജറ പപ്പ പപ്പ ചെങ്കൂറ്റുരി മുന്തും ചിങ്കും പങ്കും പലറ് ലങ്കിടും തീക സർഗത്താനം ചങ്കാരത്തരുണിമർ പന്തളമത്ത് കളിയാടും ചന്ത തികവോട് സൂനം വശിഗാനം റെങ്കിലിതിപ്പും മീടിപ്പും ചങ്കുതിടിപ്പും മീടിപ്പും റെങ്കിലിതിപ്പും മീടിപ്പും ചങ്കുതിടിപ്പും മീടിപ്പും എങ്ങും കുളപ്പും തീമർപ്പും ചുടചാരം സുഖസുരതരമാമിക പുരിയരമ സുഖസുഖതരമാമിക പുരിയരമ ഷാജർ ഹാജർ സലാമ നാടിന്റെ മകനെ പൊന്മകനെ മുത്തായ ലാവൂത്തിനധിപതിനൂറേ ലാവണ്യത്തിനൊളിപതരേ എന്നും സൂര്യകേനും ചന്ദ്രികേനും ഒന്നായവേന് കഴിഞ്ഞ അപ്പോൾ ഗായ്സ് ഇനി ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ അപ്പോൾ ആദ്യമായിട്ട് ഇനി മുതിർന്നവരുടെ സ്ത്രീകളുടെയും മാപ്പിളപ്പാട്ട് ഒപ്പന ഒക്കെ നടക്കാനുള്ളത്. അപ്പോൾ ഈ പാട്ടും കൂടി കഴിഞ്ഞ ശേഷം ഭക്ഷണത്തേക്ക് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ആ ഏരിയയിലേക്ക് ചോറൊന്ന് കഴിഞ്ഞിട്ട് പാടാം. രീതി ഇതൊന്നും സെറ്റ് ആവൂലെങ്കിലും ഒരു ഉണ്ടാക്കി പാട്ട് പാടാം. ശുദ്ധ ഖുർആൻ വന്നിറങ്ങി ശ്രുതി പോയി. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയ ദിവിടം പരിപൂർണ റസൂലുള്ള പിറന്നതുമിവിടം. നിസാമിന്റെ കവിതകൾ ഉരുവിട്ട ദിവിടം. ബാക്കി എനിക്കറിയാം സത്യം. ബാക്കി പാട്ടൊക്കെ സെറ്റ് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് ശേഷം കാണാം. അപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ ടൈമായി. ഉച്ചഭക്ഷണം എല്ലാവരും കഴിക്കുകയാണത് കഴിഞ്ഞാൽ ഇനി മുതിർന്നവരുടെ ഒപ്പന, മാപ്പിളപ്പാട്ടുകൾ, അതുപോലെ കേക്ക് കട്ടിങ്, പൊന്നാട അണിയിക്കാനുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള അടുത്ത പരിപാടി നിങ്ങളെ കാണിക്കാം. എല്ലാം കുറഞ്ഞ മിനിറ്റുകളിലാണ് കാണിക്കൽ. വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത്ത് കൂടിയത് കൊണ്ട് തന്നെ വളരെ ചുരുക്കി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങളെ കാണിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചു. ഇനി വീണ്ടും സ്റ്റേജിലേക്കാണ്. ഇനി ആദരിക്കൽ ചടങ്ങ്, അമ്മായിക്കാനെ ആദരിക്കുന്ന ആ ചടങ്ങും കണ്ട് കുറഞ്ഞ നേരം ഇവിടുന്ന് അങ്ങോട്ടുള്ള കിടിലം പ്രോഗ്രാമിങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ കുറഞ്ഞ മിനിറ്റുകളിലായിട്ടുള്ള വീഡിയോകളൊക്കെ 5 മണി കാണിക്കാം. ഇവിടെ കൂടിയ എല്ലാ പേരക്കുട്ടികൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എന്നെ വല്ലാതെ ആരും അറിയില്ല. ഞാൻ അങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ എനിക്ക് അറിയുന്ന ആൾക്കാരായിട്ട് അവിടെ ഗഫൂറും പിന്നെ ഇവനുണ്ട് നമ്മളെ സൗക്കത്തും ഒരു രണ്ടാളും എനിക്കറിയാം. പിന്നെ ഇവിടെ മുന്നിലെ ഭാവി
കുഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാൻ ഇനി നേരെ മുതിർന്നവരുടെ മാപ്പിളപ്പാട്ട്, സ്ത്രീകളുടെ ഒപ്പന, വിദ്യാർത്ഥികളുടെ ഡാൻസ് ഒക്കെയാണ് നടക്കാനുള്ളത്. അപ്പോൾ കരോക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ മ്യൂട്ട് നിൽക്കും. അവിടെ യൂട്യൂബിൻ്റെ മ്യൂസിക് ആഡ് ചെയ്യും. എല്ലാവർക്കും സ്വാഗതമോദി പറഞ്ഞിടുന്നേ, പൂവിൽ കുടുംബത്തിൻ പെരുമ കണ്ടോ, പൂവിൽ കുടുംബത്തിൻ പെരുമ കണ്ടോ. സപ്പുറദാദാണ് സ്വന്തം മരികള്. മക്കളെല്ലാം പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ഫാത്തിമുന്നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ടനേരം കൽബിനുള്ളിൽ മോഹമോദിച്ചു, മോഹമോദിച്ചു. ഇനി സൗക്കത്ത് സ്പോൺസർ ചെയ്യുന്ന കേക്ക് അതെല്ലാം ഓണറ്റകരാതിരിക്കുന്നുണ്ട്. ഇനി ഹോമിയോ ഡോക്ടർ റിൻഷിക്കുള്ള നമ്മളെ കുടുംബത്തിൽ തന്നെ പറയുക ഡോക്ടറാണ്. അപ്പോൾ വൈകിട്ട് ഏകദേശം 5 മണിയായി തുടങ്ങുന്നു. പരിപാടി അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊന്ന് ഈ കേട്ടു. ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടാൻ സാധിച്ചതിൽ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അതുപോലെ തന്നെ ഇനിയും നമുക്ക് അടുത്ത
ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തിലൊക്കെ ഇതുപോലെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ കഴിയണം. പ്രത്യേകിച്ച് പോരായ്മ പരിപാടി ഒന്നും പറയാനൊന്നുമില്ല. ഒരുപാട് സന്തോഷം. എന്തായാലും പരിപാടി നല്ല ഉഷാറായിന്. ഞാൻ അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഇതിൽ ഉഷാറായി നമുക്ക് പരിപാടി ഉണ്ടാക്കണം. ഹലോ, നല്ല അഭിപ്രായമാണ്. നിങ്ങൾ ഇതേമാതിരി നമുക്ക് ചെയ്യണം കേട്ടാ. എല്ലാവരും കണ്ടുമുട്ടയിൽ വളരെ സന്തോഷം. ഒരു നമ്മളെ സ്കൂൾ വെക്കേഷനൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിപുലമായിട്ട്, അപ്പോൾ ഡേറ്റ് ഇപ്പോൾ 2026 ഏപ്രിൽ മെയിലേക്കാണ് സ്കൂൾ വെക്കേഷൻ അല്ലേ. അപ്പോൾ ആ 2 മാസത്തിനുള്ളിൽ അപ്പോൾ നമുക്ക് ഡേറ്റ് ഏകദേശം ഇവിടുന്ന് കാണില്ല. ഒരു 1.5 കൊല്ലം സമയമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ തന്നെ കണ്ടാൽ നമ്മൾ ഗൾഫിലുള്ള ആളുകൾക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആ സമയത്ത് എത്താൻ പറ്റുമെന്ന് നോക്കാം. ഒന്നുകൂടി വിപുലമായിട്ട് നല്ല ഉഷാറായിട്ട് ഇൻഷാ അല്ലാഹ്. എൻ്റെ അഭിപ്രായത്തിൽ ഓഡിറ്റോറിയത്തിൻ്റെ കാര്യം പറയണ്ട, വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ച് നമ്മുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും വീട്ടിൽ വെച്ച് തന്നെ ഇൻഷാ അല്ലാഹ് നടത്താമെന്നാണ് ഇത്. അപ്പോൾ നന്ദിയോടുകൂടി നമ്മുടെ ഈ പരിപാടി ഇൻഷാ അല്ലാഹ് ഇവിടെ അവസാനിക്കുകയാണ്. സംഘടിപ്പിച്ച ഈ കുടുംബ സംഗമത്തിന് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മുഴുവൻ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വാങ്ങുന്നു. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമേ അടുത്ത ദിവസം തന്നെ യൂട്യൂബിൽ വരും. അപ്പോൾ മിക്കവാറും കസിൻസ് ഗ്രൂപ്പിലേക്ക് റാബിയക്കാർ ആ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും ആ ചാനൽ SMG അല്ലേ, അതിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി. അതുപോലെ തന്നെ അല്ലെങ്കിൽ പ്രോഗ്രാം നിങ്ങൾ ഇതിലിടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതേമാതിരി ബെൽ ബട്ടണൊക്കെ അമർത്തുക. തുടർന്ന് അതിലുള്ള എല്ലാ വീഡിയോകളും കാണുക. അപ്പോൾ നമ്മളോട് സഹകരിച്ച നമുക്ക് ഫുഡ് ഒരുക്കുക, അതുപോലെ തന്നെ ഈ പന്തല് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പരിപാടി ആദ്യം മുതൽ അവസാനം വരെ മനോഹരമായി സൗണ്ട് ഓപ്പറേറ്റ് ചെയ്ത സഹോദരൻ എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കാച്ചടി പൂവിൽ കുടുംബ സംഗമത്തിൻ്റെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഏകദേശം ഒരു 3.5 മണിക്കൂറോളം ലെങ്ത്തുള്ളൊരു വീഡിയോ ആണ്. അത് ഞാൻ കട്ട് ചെയ്ത് 37 മിനിറ്റിൽ നിങ്ങൾ ഉൾക്കൊള്ളിച്ച് ചുരുക്കി നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.